ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് മാറ്റി പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. തിരിച്ച് വന്നതിന് ശേഷം കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നാളെ ഓണാണ്, തിരുവോണമാണ്. തിരുവോണത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സദ്യ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സദ്യ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഈ മൊത്തം ഞാൻ 27 ഐറ്റം വെച്ചിട്ടുള്ള ഒരു സദ്യയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലോങ് ആണ് വീഡിയോ. മാക്സിമം ഞാൻ സ്പീഡാക്കിയിട്ടാണ് എടുത്തത്. ഒറ്റയടിക്ക് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സദ്യ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനോട് കൂടി ഒരു ചെറുതായിട്ടൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാ റെസിപ്പീൻ്റെതും ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം ഈ വീഡിയോസ് കുറച്ചൊരു സ്പീഡിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. 2 കൂട്ടം പായസവും അതേപോലെ തന്നെ ബാക്കി ഒരുപാട് തരം കറികളും ഇതും എല്ലാം ആയിട്ട് ഒരു സമ്പൂർണ്ണ സദ്യ എന്ന് തന്നെ പറയുക. അത്രയും വിപുലമായ ഒരു സദ്യയാണ്. കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തലേന്നത്താണ് ഇത് കേട്ടോ. ഈ വീഡിയോ എന്ന് പറയുന്നത് തലേന്നാണ്. ഞാൻ ലുലുവിൽ പോയിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ മൊത്തം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിങ്ങാണ്ട് അവിടെ കാണുന്ന എല്ലാ പച്ചക്കറികളും വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറി വേസ്റ്റ് ആയിരിക്കും. കാരണം മറ്റുള്ള സാധനം പോലെ ഒരുപാട് നമുക്ക് വെച്ചേക്കാനൊന്നും പറ്റാത്ത സാധനമാണ്. പച്ചക്കറി എന്തായാലും ഒരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ കറികളാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് മൊത്തം ഒന്ന് എഴുതി ഒരു ലിസ്റ്റാക്കി വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. എന്നിട്ട് ആ ഓരോ കറിയിലേക്കും വേണ്ട പച്ചക്കറി നമ്മൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പച്ചക്കറിയും എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുക. അപ്പോൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ ചില പച്ചക്കറികളൊക്കെ തന്നെയാണ് ഒരുപാട് കറികളിലും വരുന്നത്. സെയിം പച്ചക്കറികൾ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഒരുപാട് കറികൾ വരിക. അപ്പോൾ അതിലേക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നോക്കിയാൽ ലാസ്റ്റ് എത്ര ഗ്രാം വേണം എന്നുള്ളത് നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എത്ര പച്ചക്കറിയാണോ നമുക്ക് വേണ്ടത് ഓരോ പച്ചക്കറിൻ്റെയും പേരും എഴുതി അളവ് എഴുതിയിട്ട് അത് വാങ്ങിച്ച് കൊണ്ടുവരിക മാത്രം ചെയ്യുക കേട്ടോ. എന്നാൽ അത് തീരെ വേസ്റ്റ് ആവാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് അതിൻ്റെ പിറ്റേത്തെ ദിവസമാണത്. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു സദ്യ ഇന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് നേരത്തെ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് തലേന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ ഇഞ്ചി 250 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലും അരിഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പോൾ കൈകൊണ്ടാണ് അരിഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇന്നത്തെ എല്ലാ ഐറ്റവും നമ്മളിവിടെ കാണിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഈ അരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഒന്ന് ഒരു മീഡിയം തീയിലിട്ടിട്ട് ചെറുതാക്കി ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് ടൈം എന്തായാലും എടുക്കും. പിന്നെ തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഇഞ്ചിൻ്റെ ടേസ്റ്റ് പോവും. അതേപോലെ തന്നെ ഉള്ളിൽ പച്ചയായിരിക്കും, പുറമെ മാത്രം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് ഓരോ സ്റ്റേജായിട്ട് ഞാൻ സ്പീഡ് കാണിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ നല്ല ഗോൾഡൻ കളർ, എല്ലാ ഇഞ്ചി ഒരേ കളറാകുന്നവരെ, നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ഇഞ്ചി ഏകദേശം ഓൾമോസ്റ്റ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. നല്ലൊരു പാകത്തിലായി വരുന്നുണ്ട്. നല്ല കരിഞ്ഞു പോവാണ്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. ലേശം കൂടെ ഒന്നാവാനുണ്ട്. ഇപ്പോൾ അതാ ചില സ്ഥലത്ത് കണ്ടില്ലേ ഒരു മഞ്ഞ കളർ കാണുന്നത്, അതും കൂടെ ഒന്ന് ഗോൾഡൻ ആവണം. ഇപ്പോൾ അത് നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ പൊടിക്കാണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പച്ചമുളകും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. പുളിവെള്ളം ഞാൻ എല്ലാ കറിക്കും കൂടെ വേണ്ടിയിട്ടുള്ള പുളി ഞാൻ മൊത്തത്തിലൊന്ന് കട്ടിയിൽ പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് ഞാനൊരു ഏകദേശം ഒരു അരക്കപ്പ്, എൻ്റെ കയ്യിലുള്ളത് 1/4 കപ്പാണ് കേട്ടോ. ഒരു അരക്കപ്പ് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ആ ഒരു പുളിവെള്ളം ഒന്ന് നന്നായിട്ട് കുറുകുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കാരണം ആ പുളി ഒന്ന് വെന്ത് കിട്ടണം. ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദിവസം പുറത്ത് വെക്കാൻ പറ്റുന്ന കറിയാണ്, കേടൊന്നും വരില്ല. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വറ്റാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് കായപ്പൊടിയാണ്. ഒരു കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. അത്രയും കൂടെ കായപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സ്പൈസസും ആയി. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. ഒരു മീഡിയം തീയിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ആ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞ് അപ്പോൾ അത് കണ്ടില്ല, അതിൽ ഒഴിച്ച പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ.
ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. അത്ര ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. അത്രയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കരൻ്റെ പാനിയാണ്. ശർക്കര കുറച്ചൊന്ന് ഉരുക്കി വെക്കണം കേട്ടോ. അത് ഉരുക്കണത് ഞാൻ കാണിച്ചിട്ടില്ല, ഞാനിവിടെ ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചതാണിത്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒരു അരക്കപ്പൊക്കെ വേണ്ടി വരും കേട്ടോ. അരക്കപ്പോളം ശർക്കര ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വേണ്ടിയിട്ട് വേണ്ടത്ര നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല കട്ടിയാകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ഗോൾഡൻ കളറായി വന്നാണ്. നമ്മളിങ്ങനെ ഈ കൈയിലോണ്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ അടിയിൽ കാണണം. പാത്രത്തിൻ്റെ ലൈൻ ഇങ്ങനെ കാണണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ കാണും. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ഇഞ്ചിപ്പുളി നല്ല കറക്റ്റ് പാകത്തിലായി വന്നാണ്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. നന്നായിട്ട് വരും. ഇത് നമുക്ക് ഒരുപാട് ദിവസം പുറത്ത് കേടാവാണ്ട് നിൽക്കുന്ന സാധനമാണ്. എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം വെക്കാം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലായിന്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കറുപ്പ് കളറൊക്കെ ആയി. അപ്പോൾ നമ്മളെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായി. ഇനി അത് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 2 തരം പായസം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒന്ന് ഞാൻ അരിൻ്റെ അട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു പാലടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നല്ല അരിൻ്റെ അട ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ പൊടിക്കാൻ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം അടയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഒരു പാക്കറ്റിൽ നിന്നും കുറച്ച്, പിന്നെ വേറൊരു പാക്കറ്റിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. 300 ഗ്രാം അടയാണിത്. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ആ അട ഒന്ന് വെന്ത് വന്നോളും. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അവിടെ മൂടി വെച്ചാൽ മതി. ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട ഇട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതവിടെ മൂടി വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ കൊണ്ട് ആ സാധനം സെറ്റായി വരും. ഇനിയിപ്പോൾ അത് അടുത്തത് നമുക്ക് പായസത്തിലേക്കുള്ള ശർക്കര വേണം. ശർക്കര ഞാനൊരു 500 ഗ്രാം ശർക്കര എടുത്തിക്കണ്. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ച് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 500 ഗ്രാം എന്തായാലും മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതവിടെ മെൽറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പാറിനേക്കുള്ള പരിപ്പാണ് ആദ്യം എടുക്കുന്നത്. തുവരപ്പരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, സാമ്പാറിന് തുവരപ്പരിപ്പാണ് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 2 കപ്പോളം പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ടില്ല. വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് മേലെ വരാണ്ടിരിക്കാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3 വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചക്കറിയാണ് കാണിക്കുന്നത്. സാമ്പാറിനേക്കുള്ള പച്ചക്കറി, പച്ചക്കായി എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ട്, പിന്നെ മത്തന്, പിന്നെ ക്യാരറ്റ്. ഇത്ര സാധനമാണ് ഇപ്പോൾ ഇതിലുള്ളത്. 4 സാധനം കേട്ടോ. ബാക്കി പച്ചക്കറി നമ്മൾ വഴറ്റിയിട്ട് ചേർക്കാനുള്ളതാണ്. ഇതിലിപ്പം വേവിക്കാൻ ഈ ഒരു പച്ചക്കറി മാത്രം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. ഒരു 3/4 വേവാവണ വരെ ഇതൊന്ന് ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. പാനടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിന് ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ സാമ്പാറിലേക്കുള്ള ബാക്കി പച്ചക്കറിയാണിത്. മുരിങ്ങക്കായ ഉണ്ട്, വെണ്ട ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, പിന്നെ തക്കാളി, കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഞാൻ പച്ചക്കറി വേറെ മാറ്റി വെച്ചാണ് ഇത് നമുക്ക് വഴറ്റാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെള്ളരി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വെള്ളരിൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. വലിയ സൈസ് വെള്ളരിൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളരിയിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 3 വിസിൽ ഒന്ന് വന്നാൽ മതി. അപ്പോഴത്തേക്ക് വെന്ത് വന്നോളും. നന്നായിട്ട് വെള്ളരി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഞാനവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്തോട്ടെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ കാളനാണ്, കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചേന എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പച്ചക്കായി എടുത്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തത്. 1/2 കപ്പ് ചേന എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പച്ചക്കായി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണിത്, പച്ചക്കായും ചേനയും കൂടെ. ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് തന്നെയാണ് ഞാനിതും വേവിച്ചെടുക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക് വേണം. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. എന്നിട്ട് ഇത് മൂടിയിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ഒറ്റ വിസിൽ മതിയിട്ട്. അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. അപ്പോൾ അതുകൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വെന്തിന് കേട്ടോ സാമ്പാറിൻ്റെ. അത് ഇറക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് സദ്യ മൊത്തം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പച്ചക്കറി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം നന്നായിട്ട് വെന്തിന് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്ന് കയ്യിലോണ്ടൊന്ന് എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്തെന്നുള്ള മനസ്സിലാവും. ഇപ്പോൾ നന്നായിട്ട് വെന്തിന് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം നന്നായിട്ട് വെന്തിന്. അതവിടെ മൂടി വെക്കാം.
ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതും പച്ചരിക്ക വെള്ളരിൻ്റെ ഇതും വെന്താണ് കേട്ടോ പച്ചടിക്കുള്ളത്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു വലിയ സൈസുള്ള ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് എടുത്തതാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് മതി കേട്ടോ. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ സിമ്മിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതാ പച്ചക്കറി നമ്മൾ സാമ്പാറിൻ്റെ പച്ചക്കറി നമ്മൾ നേരത്തെ മൂടി വെച്ചില്ല, അതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. നമ്മളെ തുവരപ്പരിപ്പ് തുവരപ്പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പരിപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി ഒഴിച്ചിട്ടും കുറച്ചൊന്ന് നന്നായിട്ട് വേവണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലാണുള്ളത്. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ പുളി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് പിഴിഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് ഒരു 1/2 കപ്പോളം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ആ ഒരു പുളിൻ്റെ ഒരു പച്ച ചോയൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് 2 കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിൽ പച്ചക്കറി ബാക്കിയുണ്ടല്ലോ, നമുക്ക് സാമ്പാറിലേക്കുള്ള ബാക്കി പച്ചക്കറി അതൊന്ന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തോണ്. എന്നിട്ട് ഇതൊന്ന് ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് എല്ലായിടത്തും എണ്ണ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് വേവിക്കാം. ഇപ്പോൾ അത് കവർ ചെയ്ത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്താണ് കേട്ടോ. ഈ ഒരു പാകത്തിൽ മതി, വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകുമെന്നും വേണ്ട. ഈ ഒരു പാകത്തിൽ മതി. 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറി നമ്മൾ ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാ പച്ചക്കറിയും നമ്മൾ ആ ഒരു എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചോട്ടെ. ഇനി നന്നായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഉപ്പും ഇതൊക്കെ ഇതിലേക്കും കൂടെ പിടിക്കുക. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തിളച്ചോട്ടെ. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഈ സെയിം തന്നെ ആ ഒരു പാനും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചധികം മല്ലിച്ചപ്പ് വേണം കേട്ടോ. അതിപ്പോൾ ഒരു വലിയ ചെമ്പ് നിറച്ചും ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, 360 ദിവസവും സാമ്പാർ കൂട്ടുന്ന ആൾക്കാരാണ് നമ്മളെ വീട്ടിലുള്ളത്, മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ അത് ആ സെയിം പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പൗഡറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂൺ തന്നെ നമ്മളെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇപ്പം തീരെ തീയൊന്നും ഇല്ല കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇതിലിടാവൂ. ആ ഒരു പാനിൻ്റെ ചൂട് തന്നെ മതി. അതിൽ കിടന്നൊന്ന് പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോളും. അല്ലാണ്ട് ചൂടാക്കാൻ പാടില്ല കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് സാമ്പാറിലേക്ക് നമ്മൾ വറവിട്ടും കഴിഞ്ഞിട്ടുണ്ട്. വറവ് വിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തളിച്ചോട്ടെ. ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടോ. ഒരു സാമ്പാർ പൗഡറിൻ്റെ എല്ലാ മസാലയും ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം തന്നെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. എന്നാലാണ് നല്ലൊരു ഫ്ലേവർ വരിക സാമ്പാറിൻ്റെ. നല്ല അടിപൊളി മണമാണ് കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ്. ഇപ്പോൾ സാമ്പാർ തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സദ്യ സാമ്പാറാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടി അധികം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് ഇരിക്കുന്തോറും കുറച്ച് കട്ടിയായി വരികയും ചെയ്യും കേട്ടോ. അന്നേരമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല സാമ്പാറാണ്. ഇപ്പോൾ അതാ ഈ ഒരു പാകം മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ കറക്റ്റാണ്. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഇറക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. എന്നിട്ട് മൂടിയിട്ട് നമുക്ക് സാമ്പാർ ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അരപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വെള്ളരി പച്ചടിയിലേക്കുള്ളും അതേപോലെ തന്നെ നമ്മളെ ബീട്രൂട്ട് കിച്ചടിയിലേക്കുള്ള രണ്ടിനും കൂടാണ്. 1 കപ്പ് തേങ്ങയാണ് എടുത്തത് കേട്ടോ. 1 കപ്പ് നിറച്ച് തേങ്ങ എടുത്തിന് അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത്, പിന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക്, പിന്നെ വേണ്ടിയത് ഒരു 3 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. ഇത് പച്ചടിയിലേക്കും കിച്ചടിയിലേക്കും ഉള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് രണ്ടിലേക്കും കൂടെ പകുതിയും പകുതിയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി.
അപ്പോൾ അത് വേവിച്ച് വെച്ച നമ്മളെ ബീട്രൂട്ടും വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിയാണിത്. അപ്പം പകുതി പകുതിയായിട്ട് രണ്ടിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രണ്ടും പകുതി പകുതിയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് നമ്മൾ നേരത്തെ ആ പാനിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ആ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതാ നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ തൈരൊന്നും ഞാനിപ്പോൾ ചേർക്കണില്ല, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ വിളമ്പുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തൈര് ഒഴിച്ചിട്ട് വറവിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളൊന്നും ചെയ്യണില്ല. ഇപ്പം ഇങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ തൈര് ഒഴിക്കാനുള്ള കറികൾ ഞാനിപ്പോൾ തിളപ്പിക്കുന്നില്ല. തൈര് ഒഴിക്കാത്ത കറികൾ മാത്രമാണ് ഇപ്പം ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കാളനിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് അരച്ചെടുക്കുക. ഇത് നമ്മളെ ചേനയും പച്ചക്കായും കൂടെ വേവിക്കാൻ വെച്ചില്ല കാളൻ, അതിലേക്കുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാളൻ്റെ ആ ഒരു കുക്കറിലിട്ട ചേനയും പച്ചക്കായും ഒക്കെ നന്നായിട്ട് വെന്തിന്. അതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതാണ്. അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതിലും നമ്മൾ തൈര് ഒഴിക്കാനുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് തിളപ്പിക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വറവിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു അരപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതും അവിടെ മാറ്റി. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഒരു കപ്പ് വൻപയറാണ് കേട്ടത്. ഇത് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്, രണ്ട് കറിക്കുള്ളതാണ് കേട്ടോ. അതൊന്ന് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. അതിന് ശേഷം ഇപ്പം നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. ഒരു വിസിലാകുമ്പോഴത്തേക്ക് വെന്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവിയലാണ്. അവിയൽ നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറിയാണോ ഇടാൻ ഇഷ്ടം എല്ലാം ഇടാം. ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പച്ചക്കറിയാണോ നിങ്ങളെ കയ്യിലുള്ളത് അതൊക്കെ ഇടാം കേട്ടോ. ഇന്ന പച്ചക്കറി എന്നൊന്നുമില്ല, അവിയലിന് എല്ലാ പച്ചക്കറിയും ഇടാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ആ ഒരു പച്ചക്കറിയൊക്കെ മൊത്തം ഞാനൊന്ന് കഴുകി വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് ചേർക്കാവൂ കേട്ടോ. ആദ്യം തന്നെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോൾ, അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം ഒരേ ഷേപ്പിലായിരിക്കണം മുറിക്കണത്. അതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു എണ്ണയും കൂടെ ഇതിലുള്ളതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ പച്ചക്കറിയിലും ഉപ്പ് പിടിക്കാൻ എളുപ്പമാണിത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ തീ ഓണാക്കുക കേട്ടോ. ഇനിയിപ്പോൾ തീ ഓണാക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരക്കപ്പ് മതി. അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. വെന്തുടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവണം. ഇനിയിപ്പോൾ അവിയലിലേക്കുള്ള അരപ്പാണ് കാണിക്കുന്നത്. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അവിയലിൻ്റെ അരപ്പാണ്. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം ചേർത്താണ്. ഒരു 2 വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇതിന് വെള്ളം ഒഴിക്കാണ്ട് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ചമ്മന്തിയൊക്കെ ചെയ്യണ പോലെ ഇതൊന്ന് ഒതുക്കി കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ചേർക്കാണ്ട്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്ന കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കൂട്ടുകറിക്ക് ഒരു അരക്കപ്പ് ചുവന്ന കടല ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണിത്. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. നന്നായിട്ട് പൊതിരണം. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ചാൽ മതി. അരക്കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ ചുവന്ന കടല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് പൊതിർത്തിയതുകൊണ്ട് 2 വിസിൽ തന്നെ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നോളും. ഉടഞ്ഞു പോകണ്ട, വെന്താൽ മതി. ഇനി കൂട്ടുകറിയിലേക്ക് വേണ്ടി അടുത്ത സാധനം എന്ന് പറയുന്നത് കടലിൻ്റെ കൂടെ ചേർക്കേണ്ടത് ചേനയും പച്ചക്കായാണ് കേട്ടോ. അരക്കപ്പ് ചേനയും അരക്കപ്പ് പച്ചക്കായും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടി വേണം. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്താണ്. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കന്നെ നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ പരിപ്പാണിത്. ഈ സദ്യൻ്റെ പരിപ്പ് എന്ന് പറയുന്നത് കിച്ചടി പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. കിച്ചടി പരിപ്പ് എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പ്. 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതേസമയം തന്നെ നമ്മൾ അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച ആ ഒരു തേങ്ങ ഇല്ല, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ഇട്ടതിൻ്റെ ശേഷം ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോകണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പം മിക്സ് ചെയ്യേണ്ട, അത് നന്നായിട്ട് ആവി കയറിയിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരം കൂടെ അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ സദ്യൻ്റെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറണം, നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആവണം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. ഇതിന് ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി കൊണ്ടുവരണം.
ഇപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയതാണിത്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് ഒറ്റ വിസിൽ മതിയിട്ട്, ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞളും വെള്ളവും മാത്രം മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് ഒരു വിസിൽ വരുന്നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിലുകൊണ്ട് തന്നെ അത് വെന്ത് വരും കേട്ടോ. ഓൾറെഡി നമ്മൾ വറുത്തതും കൂടിയാണ്, അപ്പോൾ പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ അടുത്തത് പരിപ്പിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കാണിക്കുന്നത്. പരിപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ കൂടെ ജീരകവും കൂടെ വേണം. ഇത് മാത്രമേ വേണ്ടിയുള്ളൂ കേട്ടോ. നമ്മൾ പരിപ്പിലേക്ക് തേങ്ങയും ജീരകവും മാത്രമാണ് അരക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പരിപ്പിൻ്റെ അരപ്പാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിൻ്റെ അരപ്പാണിത്, അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിട്ട് 2 മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ചതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാണ്ട് മിക്സ് ചെയ്യാൻ നോക്കണേ, ഒന്നും ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഉടയാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അവിയലിന് പറഞ്ഞാൽ തേങ്ങ അങ്ങനെ അരഞ്ഞു പോകാനും പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഒതുക്കിയിട്ടാണ് ഇതിൽ ചേർക്കേണ്ടത് കേട്ടോ. ഒതുക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി നമുക്ക് ചേർക്കേണ്ട തൈരാണ്. അതിപ്പം ചേർക്കണില്ല, ഇപ്പം ഞാൻ ഇറക്കി വെക്കുകയാണ്. ലാസ്റ്റ് വിളമ്പുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ കടല വെന്തിട്ടുണ്ട്. കൂട്ടുകറിൻ്റെ ബാക്കി പണിയാണ് കേട്ടോ. കൂട്ടുകറിൻ്റെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ നന്നായിട്ട് വേവണം കേട്ടോ. എന്നാലും ഉടഞ്ഞു പോകാനും പാടില്ല, നന്നായിട്ട് വേവാൻ വേണം. ഇനിയിപ്പോൾ കൂട്ടുകറിൻ്റെ നമ്മളെ ചേനയും പച്ചക്കായും അതും നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തതാണ് ഞാൻ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളെ കടല ഇട്ട് കൊടുക്കുക. വേവിച്ച കടല ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് ഇതിൻ്റെ അരപ്പാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കടലയും ചേനയും പച്ചക്കായും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും കൂട്ടുകറിയിൽ കടലയ്ക്ക് പകരം ഇതും ചേർക്കട്ടോ, കടലപ്പരിപ്പും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ മിക്സി തന്നെ സെയിം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കുക. ഇത് കൂട്ടുകറിയിലേക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും നമ്മൾ ആ ഒരു കൂട്ടുകറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. കടലയിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ്. അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടുകറിയിൽ പിന്നെ തൈര് ചേർക്കുന്ന കറിയല്ല, അതുകൊണ്ട് നമുക്കത് മുഴുവനായിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു തേങ്ങ ഒന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു തേങ്ങ ഇതിൻ്റെ കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തിളച്ചോട്ടെ. ഇപ്പം ഇതിലേക്ക് ഇനി മധുരത്തിന് 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എത്ര വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കട്ടോ. നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന പാത്രമൊക്കെ സ്റ്റീലായതുകൊണ്ട് വേഗം അടി പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയ സമയത്തെ കുറച്ച് മധുരം കുറവുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി കറക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളെ കൂട്ടുകറി ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറുത്തിടലുണ്ട്, അതും കൂടെ ചെയ്താൽ നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആ സെയിം അടുപ്പിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉഴുന്ന് അതൊന്ന് ചുവന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയ 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം തീയിലാക്കിയിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് കരിഞ്ഞ് പോകാണ്ട് നല്ല ഗോൾഡൻ കളറിൽ ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ ആകണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് വറുത്തെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വറവിട്ടും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറി എന്ന് പറയുന്നത്. പക്ഷേ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിന് മാത്രമേ ഇത് ഉണ്ടാക്കലുള്ളൂ, അല്ലാത്തൊരു സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ആ ഒരു അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തൈര് ചേർക്കേണ്ട കറികൾ മാത്രമാണ് ഞാൻ മുഴുവൻ ചെയ്യാണ്ട് വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മളെ പരിപ്പ് വന്നിട്ടുണ്ട്, സദ്യ പരിപ്പ്. അപ്പോൾ പരിപ്പ് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ജീരകവും മാത്രം കൂട്ടിയിട്ട് അരച്ച് വെച്ചതാണിത്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങ ഒന്ന് വേവണ വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിടുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ തന്നെ വെക്കട്ടെ. നന്നായിട്ടൊന്ന് തിള വരട്ടെ. തിള വന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തിളക്കാൻ തുടങ്ങി, നല്ല കട്ടിയിലാണുള്ളത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുലുക്കിയെടുത്തതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. പിന്നെ സദ്യൻ്റെ പരിപ്പിൽ നമ്മൾ വറവ് ഇടൂല കേട്ടോ. നമ്മൾ കടുകൊന്നും പൊട്ടിച്ച് വയ്ക്കൂല. ഇതിങ്ങനെ ഡയറക്റ്റ് തന്നെയാണ് എടുക്കുക. അതിലേക്ക് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഇറക്കുകയാണ് ചെയ്യുക കേട്ടോ. പച്ച നെയ്യോ പച്ച വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഇറക്കുകയാണ് ചെയ്യുക. വറവിടാൻ വേണ്ടി നിൽക്കലില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ചോട്ടെ. തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർക്കട്ടെ. ഞാനിപ്പോൾ നെയ്യ് ചേർക്കണില്ല, കാരണം വിളമ്പുന്ന സമയത്ത് ഞാൻ ഇതിൽ നെയ്യ് ചേർത്തിട്ടാണ് വിളമ്പുക. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കരിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഞാനൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്യുക. നമുക്ക് പരിപ്പ് ഇറക്കി വെക്കാം. വിളമ്പണ സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി സദ്യ പരിപ്പ് റെഡിയായി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഓലൻ ഉണ്ടാക്കണം കേട്ടോ. ഓലന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇതൊരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ ഇട്ട് കൊടുത്തതാണ്. അത് വേവിക്കാണ് വേണ്ടി കേട്ടോ. ഇനി അത് വേവിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് വേവിക്കേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വറ്റി വരണം കേട്ടോ. ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് മത്തങ്ങയാണ്. ഇത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കുമ്പളങ്ങയും പിന്നെ വെച്ചത് ഓലനാണ്. ഇത് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വൻപയർ ഇടുന്ന 2 കറിയാണിത്. മത്തങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. പാൽപ്പായസത്തിന് എടുക്കുന്ന അരി എന്ന് പറയുന്നത് ഉണക്കലരി എന്ന് പറയും, അല്ലെങ്കിൽ നൂർക്കലരി എന്ന് പറയും. ഇതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇത് നമ്മളെ സാധാ കഞ്ഞിയരി അല്ല. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്കും വൈറ്റും കൂടെ കൂടിയിട്ടുള്ളൊരു കളറാണ്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. 1 കപ്പാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നൂർക്കലരി അല്ലെങ്കിൽ ഉണക്കലരി എന്നാണ് ഇതിന് പറയുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ വന്നാൽ മതിയിട്ട്. ഒരു വിസിൽ വരുമ്പോഴത്തേക്കന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് കഞ്ഞി പോലെ ആക്കി എടുക്കണ്ട. ഒന്ന് വെന്താൽ മതി. വേവാൻ തന്നെ ഒരു വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് വരും. ഇനിയിപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി പാൽപ്പായസത്തിനുള്ള പാല് വേവിച്ച് വറ്റിച്ചെടുക്കണം. പിങ്ക് കളറാകുന്ന വരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 ലിറ്റർ പാൽ ഞാൻ കുക്കറിലേക്കാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ഒരു 1.5 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് മൂടി വെക്കുക കേട്ടോ. മൂടിയിട്ട് ഫസ്റ്റ് വിസിൽ നന്നായി ഇത് ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിലാക്കിയിട്ട് 1 മണിക്കൂർ വേവിക്കാം. ഇപ്പോൾ നമ്മളെ എരിശ്ശേരിക്കുള്ള മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വൻപയറാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. 2 കയ്യിൽ നിറച്ച് ഞാൻ വൻപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മൂടി വെക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരപ്പാണ് ഇനി കാണിക്കുന്നത് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് 2 പച്ചമുളകും കൂടെ 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് 1 വെളുത്തുള്ളി ഇട്ടാണ്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുക. അരപ്പും ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്നും കൂടെ കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്താണ്. അതേപോലെ തന്നെ നമ്മൾ വൻപയറും ഒന്നിച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഓലനിലേക്കുള്ളതും എരിശ്ശേരിയിലേക്കുള്ളതും കൂടിയാണിത്. ഓലൻ്റെതും അവിടെ വറ്റിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്താണ്. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചോട്ടെ കേട്ടോ. ഇതിന് നന്നായിട്ട് തിള വരണം. ഇതിലേക്ക് നമ്മൾ വറുത്തിടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിള വന്ന് ഒന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തിളയൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് വന്നാണ്. ഇനിയിപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ റെഡിയല്ലേ എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ. ഇതിനിപ്പോൾ അവിടെ മാറ്റി വെക്കുക. ഇതിലേക്ക് ഇനി വറുത്തിടണം. നമ്മൾ കൂട്ടുകറിക്ക് ചെയ്യണ പോലെയാണ് ഇതിൻ്റെ വറവ് എന്ന് പറയുന്നത് കേട്ടോ.
നമ്മൾ തേങ്ങ ചോപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം ചെറിയ തീയിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കൂട്ടുകറിയിൽ ചെയ്ത പോലെ തന്നെയാണ്. കൂട്ടുകറിക്ക് പിന്നെ നമ്മൾ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കും. ഇതിൽ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടില്ല. അതേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുവപ്പ് കളറാകണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ ഒരു എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണിത്. ഇനി അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ നമ്മളെ എരിശ്ശേരി ഇവിടെ റെഡിയായി. പിന്നെ തേങ്ങ വറുക്കണ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, തേങ്ങേൻ്റെ കളറ് ഒരു 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 പണത്തൂക്കം ഒന്ന് മുന്നിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ചൊയ വരും കേട്ടോ. കരിഞ്ഞ ചൊയാണ് വരിക. അപ്പം വറുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഗോൾഡൻ കളർ ആകണ വരെ മാത്രമേ വറുക്കാൻ പാടുള്ളൂ. ചെറിയ തീയിലേ വറുക്കാനും പാടുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വറുത്തെടുക്കുക, എന്നാലാണ് കറക്റ്റ് ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഓലൻ്റെ പറഞ്ഞല്ലോ, ഓലൻ്റെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വറ്റി. നമ്മൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തതാണിത്. പാലൊക്കെ നന്നായിട്ട് വറ്റീന്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നന്നായിട്ട് വെന്തിന് കേട്ടോ. ഇങ്ങനെ വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിലേക്ക് ഇനിയിപ്പോൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വൻപയറാണ്. നേരത്തെ വേവിച്ച വൻപയറിന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 കയ്യിൽ വൻപയറും കൂടെ ചേർത്താണ്. ഇനിയിപ്പോൾ ഒരു 1/2 കപ്പും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഓലനിൽ പിന്നെ നമ്മൾ വറവിടൂല, വറുത്തിടുന്ന പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ പരിപ്പിനെ കൊണ്ട് പറഞ്ഞ പോലാണ് ഓലനിൽ വറുത്തിടൂല, നമ്മൾ എന്താ പറയുക വറവിടൂല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിള വന്നോട്ടെ. നന്നായിട്ട് തിള വരണം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു ഓലൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. വേറെ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കഴിക്കുന്ന സമയത്ത്. വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓലനും ഇവിടെ റെഡിയായിന് കേട്ടോ. ഇതും നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. അപ്പോൾ ഓലനും റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത ഞാൻ ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഒരു മധുരക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ സെപ്പറേറ്റ് വേറെ കുറേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ 1 കപ്പോളം ഞാൻ പൈനാപ്പിൾ എടുത്താണ്. 1 കപ്പ് മത്തങ്ങയാണ് എടുക്കുന്നത്. 1 കപ്പ് നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം മുറിച്ചെടുത്താണ്. ഇത് 3 ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ അതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്കുള്ള അരപ്പാണ് കാണിക്കുന്നത്. മധുരക്കറിക്ക് വേണ്ടിയിട്ട് 1 കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തുകൊണ്ട് ഇതിലേക്ക് ജീരകമൊന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മധുരക്കറിൻ്റെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഴവും പൈനാപ്പിളും എല്ലാം നന്നായിട്ട് വെന്തിന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകത്തിലായിന്. ഇതിലേക്ക് നമ്മൾ അരപ്പാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്ത പൈനാപ്പിൾ എന്ന് പറയുന്നത് ടിന്നിൽ വരുന്ന പൈനാപ്പിളാണ്. നിങ്ങൾ ഫ്രഷ് പൈനാപ്പിളാണ് എടുക്കണമെങ്കിൽ ആദ്യം പൈനാപ്പിൾ വേവിച്ചതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ബാക്കി സാധനം ചേർത്തിട്ട് വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിവിടെ ടിന്നിലുള്ളതായതുകൊണ്ടാണ് ഒന്നിച്ച് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ അതാ നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു അരപ്പൊന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ അരച്ചതുകൊണ്ടാണ് ഈ ഒരു പച്ച കളർ കാണുന്നത് കേട്ടോ. കറിവേപ്പിലൊക്കെ അരച്ചതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് തോന്നുന്നു നല്ലൊരു ഫ്ലേവറും വരും. നല്ലൊരു ഇഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ വരും കേട്ടോ. ഇതിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു മധുരക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇതിലും പിന്നെ നമുക്ക് വറവിടാൻ മറ്റേ നമ്മളെന്താ പറയുക തൈരൊന്നും ഒഴിക്കേണ്ട ഒരു കറിയല്ല. അതുകൊണ്ട് നമുക്കിപ്പം തന്നെ അത് ഫുള്ളായിട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താണ്. നിർബന്ധമാണ് കേട്ടോ, പഞ്ചസാര ചേർക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിള വന്നോട്ടെ. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ച് മുന്തിരിയാണ് കേട്ടോ. ഞാനിപ്പോൾ തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കറുത്ത കുരുല്ലാത്ത മുന്തിരി ഉപയോഗിക്കണേ. കുരുള്ള മുന്തിരി ഉപയോഗിക്കരുത്, കുരുല്ലാത്ത മുന്തിരി. ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പും മധുരമൊക്കെ റെഡിയാണോ എന്നുള്ള കറക്റ്റാണ്. അപ്പോൾ അത് തിള നിർത്തിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി പോവുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാണ്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയെന്നുണ്ട് കഴിഞ്ഞാൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് ഇത് വറുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ് നമ്മൾ മധുരക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിൽ നമ്മൾ തൈരൊന്നും ഒഴിക്കുന്ന കറിയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇപ്പം ചെയ്ത് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മുന്തിരിങ്ങ വെന്ത് പോകാൻ പാടില്ല കേട്ടോ. മുന്തിരി ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ, അത്രേ നോക്കേണ്ടിയുള്ളൂ. അപ്പോൾ മധുരക്കറിയും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മെഴുക്ക് വരട്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ച ബീൻസ്, പയറ്, ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ഇത് കേട്ടോ. അതെല്ലാം കൂടെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഈ ഒരു എണ്ണ കിടന്നിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനാണ് നമ്മൾ മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഈ എണ്ണ കിടന്ന് വേവിച്ചെടുക്കേണ്ടതുകൊണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ഒരു ഉപ്പേരി എന്ന് പറയുന്നത് വാഴക്കത്തോടാണ് കേട്ടോ. നമ്മൾ ഇതിന് ഈ ഒരു സദ്യക്ക് വേണ്ടി ഒരുപാട് പച്ചക്കായി എടുക്കില്ല, അപ്പോൾ അതിൻ്റെ തോലാണിത്. അത് നന്നായിട്ട് അരിഞ്ഞ് ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു വാഴക്കത്തോടിൻ്റെ ഉപ്പേരി എത്ര ആൾക്കാർ കഴിച്ചവരൊക്കെ ഒന്ന് പറയണേ. നല്ല ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഒരു വാഴക്കത്തോടിൻ്റെ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഈ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ അടുത്ത കാണിക്കുന്ന രസമാണ് കേട്ടോ. അതിലേക്കല്ല, സോറി. ഇനിയിപ്പോൾ രസത്തിൻ്റെ മസാല ആണ് പറയുന്നത്. കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയുള്ളിയും 3 വെളുത്തുള്ളിയാണ് എടുത്തത്. വലിയ വെളുത്തുള്ളിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമല്ലിയാണ് വേണ്ടി. ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ടാണ്. പിന്നെ വേണ്ടിയ കുരുമുളകാണ്, മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ടാണ്. പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്താണ്. ഇതിനെ നന്നായിട്ട് ചതച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കേട്ടോ. ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണിത്. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതാണ്. ഇതിനവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ട് അതിൻ്റെ ഇടയിൽ അതിപ്പോൾ ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയ ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ചോറും ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ മെഴുക്ക് വരട്ടി, ബീൻസ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിന് കേട്ടോ. നന്നായിട്ട് വെന്താണ്. വെള്ളമല്ല, നന്നായിട്ട് വെന്ത് നല്ല പാകത്തിലായി വന്നാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം തേങ്ങ ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേന്ന് ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. വല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്താണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടാണ്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരം കൂടെ അതൊന്ന് വേവിച്ചെടുക്കണേ. ആ ഒരു തേങ്ങൻ്റെ ഒരു പച്ചച്ചോയ ഒന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താണ്. പച്ചക്കറിവേപ്പിലാണ്. ഇപ്പോൾ നമ്മളെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടോ. തേങ്ങയൊക്കെ വെന്ത് നല്ല പാകത്തിലായി വന്നാണ്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അടിപൊളി നമ്മളെ ബീൻസ് തോരനാണിത്. ഇത് ബീൻസ് മാത്രമല്ല, ബീൻസും പയറും ക്യാരറ്റുമാണ് ഞാൻ ഇതിലെടുത്ത സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്ന ഒരു പാത്രം വെച്ച് കൊടുത്തു. ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇത് നമുക്ക് അടുത്ത വാഴക്കത്തോടിൻ്റെ അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിന് നമുക്ക് വാഴക്കത്തോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വാഴക്കത്തോട് വെന്ത് വറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തണേ. കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. നന്നായിട്ട് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഭയങ്കര ഡ്രൈ ആയാൽ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് ഉണ്ടാവില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ രസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മളെ രസത്തിൻ്റെ മസാല മിക്സാണിത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഉള്ളതല്ല, എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. പച്ചമല്ലിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് 2 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ ഒരു 1/2 മുറി തക്കാളിയാണ് എടുത്തത്. ഇവിടെ വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1/2 മുറി എന്ന് പറയുന്നത് കേട്ടോ. നാട്ടിലത്തെ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളിയാണിത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നാണ്. നന്നായിട്ട് വെന്താണ് കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലായിന്. മസാലയും നമ്മളെ തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്താണ്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പുളിവെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. കാലോ അല്ലെങ്കിൽ അരയോ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം ഒഴിച്ച് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഈ പുളിവെള്ളം ഒന്ന് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒന്ന് തിളച്ചോട്ടെ. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രത്തോളം രസം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ മിക്സിയിൽ തന്നെ ഒന്ന് കഴുകി വെച്ചാണ്, ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒരു 2-3 മിനിറ്റ്, എന്തായാലും ഒരു 5 മിനിറ്റോളം അത് തിളക്കണം കേട്ടോ. അത് തിളക്കാൻ വേണ്ടി അവിടെ വെച്ചാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ വെച്ചാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. ഇത് പുളിശ്ശേരിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും 2 പച്ചമുളകുമാണ്. ഇതൊരു 3 ചെറിയുള്ളിയും 2-3 പച്ചമുളകുമാണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട്. ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച്, ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെച്ച പേസ്റ്റ്, അതിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടെ. ഞാനിവിടെ പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ കേട്ടോ. നല്ല അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉലുവൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയും കൂടെ ഇട്ടാണ്. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രസത്തിലും കുറച്ച് കായപ്പൊടി ഇട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കായപ്പൊടി രസത്തിലും ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് രസം നന്നായിട്ട് വെന്ത് വറ്റാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് എപ്പോഴും ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. നന്നായിട്ട് വെന്ത് കുറുകിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നന്നായിട്ട് വെന്തൊക്കെ പാകത്തിലായിന്. ഇനിയിപ്പോൾ ഞാൻ ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇപ്പോൾ നമ്മളെ രസം റെഡി. ഇനിയിപ്പോൾ അടുത്തത് പുളിശ്ശേരിയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് വെള്ളം ചേർക്കണമെന്ന് വെച്ചാൽ പിരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള കംപ്ലൈൻറ്റാണ് പിരിഞ്ഞ് പോകണമെന്നുള്ളത്. അങ്ങനെ പിരിയാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളിശ്ശേരിയിലേക്ക് വേണ്ടി ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് തിള വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്താണ്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ തൈരോ മോരോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ മോരാണിത്, നല്ല കട്ടിയുള്ള മോരാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുക, പുളിയില്ലാത്ത. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ മതി കേട്ടോ. ഇതിന് തിളപ്പിക്കാനൊന്നും പോകണ്ട. ഈ ഒരു പാകത്തിൽ മതി. നല്ല കറക്റ്റ് പാകത്തിലുള്ള പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പം വെള്ളത്തിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പിരിയൂല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പം പുളിശ്ശേരി ഇവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ക്യാബേജ് തോരൻ ഉണ്ടാക്കൽ ബാക്കിയാണ്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിക്കോട്ടെ. പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചതിന് കുറച്ചധികം ക്യാബേജ്, അതേപോലെ തന്നെ പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും പറയില്ലേ 2 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ കൂടുതൽ നേരം ഇട്ടിട്ട് വേവിക്കാനും പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അത് മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ ഇതങ്ങ് വെന്ത് ഉടയാൻ തുടങ്ങും കേട്ടോ. വെച്ചാൽ കൂടുതൽ വേവാൻ പാടില്ല. ക്യാബേജ് എപ്പോഴും നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ഉടയാൻ തുടങ്ങിയെന്നുണ്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയും കൂടാണ് ചേർക്കേണ്ടത്. ഇപ്പം നമ്മളെ ക്യാബേജ് തോരൻ ഏകദേശം ഇവിടെ റെഡിയായി വരികയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ അതും കൂടെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങയും കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ആ ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ നമ്മളെ ക്യാബേജ് ഇവിടെ റെഡിയായി. 2 മിനിറ്റ് കൊണ്ട് നമ്മളെ ക്യാബേജ് തോരനും ഇവിടെ റെഡിയായി. ഇപ്പോൾ അതാ ക്യാബേജൊക്കെ നല്ല കറക്റ്റ് പാകത്തിലായിന്. ഇതിപ്പോൾ ഞാൻ ഇറക്കി വെക്കുകയാണ്. നമ്മളെ ക്യാബേജ് തോരനും ഇവിടെ റെഡിയായി. ഇത് നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു തോരനാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ പായസം. ഞാൻ കുക്കറിൽ 1 മണിക്കൂർ വേവിച്ചെടുത്തിട്ടുള്ള പാലാണിത്. ഇപ്പോൾ കണ്ടില്ല, നല്ല പിങ്ക് കളറിലാണ് ഇതുള്ളത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരിട്ട് വറ്റിക്കുന്നതിന് പകരം കുക്കറിൽ 1 മണിക്കൂർ വെച്ചാൽ നല്ല കറക്റ്റ് പിങ്ക് കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കളറിലേക്കായി വന്നാണ്. പാലും പഞ്ചസാരയും കൂടെ ഞാൻ വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു നുറുക്കല്ലരില്ല, അതാണിത് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് കട്ടായിട്ടാണുള്ളത് കേട്ടോ. നിങ്ങൾ ബേജാറാവേണ്ട, ആ ഒരു കട്ട കണ്ടിട്ട് തുടയ്ക്കേണ്ടതെന്നുള്ള അതിനുള്ളൊരു ടിപ്പും ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ വിസ്ക് ഉണ്ടാവും. വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും. നമ്മങ്ങനെ ഓരോ കട്ടായിട്ട് ഉടയ്ക്കാനൊന്നും പോകണ്ട. വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പാകത്തിൽ ആ ഒരു അരിയൊക്കെ നന്നായിട്ട് വേറിട്ട് നിന്നോളും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഓരോരോ അരികളായിട്ട് ഇങ്ങനെ വേറെ വേറെ നിൽക്കും. ഇതിന് കുറച്ച് നേരം ഇതിൽ പാലിൽ കിടന്നൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മളൊരു 1/2 കപ്പ് ഇട്ടതാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പും കൂടെ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് പാകത്തിലായി വരിക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അരിയൊക്കെ അടിയിൽ പോയിട്ട് നിൽക്കുകയാണ് ചെയ്യുക, വെന്തതാണെങ്കിലും.
അപ്പോൾ അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടപ്രഥമൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അടയാണ്, ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് ഇട്ടത്. അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ശർക്കരയാണ്. നേരത്തെ നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ, ആ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 കിലോ ശർക്കര ഉരുക്കിയിട്ടുണ്ട്, പക്ഷേ മുഴുവനായിട്ട് ചേർക്കണില്ല, നോക്കിയിട്ട് ചേർക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി അവിടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ, നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് ഈ ഒരു അടയൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. ശർക്കര നല്ല കട്ടിയായിട്ട് വരണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും, എന്തായാലും ഒരു 10-15 മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് വറ്റി വരാൻ വേണ്ടി. ഇപ്പോൾ ഇതാ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പാൽപ്പായസം ഇവിടെ ഏകദേശം റെഡി ആയിന് കേട്ടോ. നന്നായിട്ട് കറക്റ്റ് പാകത്തിൽ അതിനിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അരിയും പാലും ഒക്കെ നന്നായിട്ട് നല്ല കുറുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിൽ റെഡിയാണ് കേട്ടോ. പിന്നെ അടുപ്പത്തുനിന്ന് ഇറക്കിയാൽ ഒന്നും കൂടെ കുറുകുകയും ചെയ്യും, അതും കൂടെ കണക്കാക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇനി ഇറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിതിലേക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് വെക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് വറവിടാനേ ബാക്കിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് എന്തൊക്കെ ഫ്ലേവർ ചേർക്കണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ജീരകപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നമ്മളെ ശർക്കരയും അടയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നു കേട്ടോ, നന്നായിട്ട് യോജിച്ച് നല്ല വറ്റി വന്നു. ഇങ്ങനെ വറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് അധികം പാലൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കൊന്നും വേണ്ട, നല്ല കട്ടി തന്നെ കിട്ടും. ഇനിയിപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചതാണ്. ഇത് 1.5 ലിറ്റർ തേങ്ങാപ്പാലുണ്ട് കേട്ടോ. 1.5 ലിറ്ററാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളക്കേണ്ട പണിയേ ഉള്ളൂ കേട്ടോ, അപ്പോഴത്തേക്കന്നെ അത് കുറുകി വരും. കാരണം ഓൾറെഡി നമ്മൾ ശർക്കരയിൽ ഇട്ടിട്ട് അട നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും. ഒരുപാട് നേരം ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം നമ്മൾ കുറുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നല്ല കട്ടിയിലാണ് കുറുകി വരിക. ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് തിളക്കാൻ തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയിലാണുള്ളത്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ പോകേണ്ടിയില്ല, തേങ്ങാപ്പാലാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മറ്റേലിട്ട പോലെ തന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി രണ്ടിലേക്കും നമുക്കൊന്ന് വറവിടണം, അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങാക്കൊത്ത് ഇഷ്ടംപോലെ കിട്ടും. ഇവിടെ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് കിട്ടുന്ന പോലാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇതിനവിടെ ഇറക്കി വെക്കാം. അപ്പോൾ അടപ്രഥമനും നമ്മളെ പാൽപ്പായസവും റെഡിയായിന്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പാൽപ്പായസത്തിൽ ഉപ്പിട്ടിട്ടില്ല, ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ഒരു കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവിടാൻ വേണ്ടി നെയ്യാണ് എടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്ക്കൊന്നും അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടാണ് ആദ്യം നമ്മൾ അടപ്രഥമനിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സെയിം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും നെയ്യും തന്നെയാണ് നമ്മൾ പാൽപ്പായസത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൽപ്പായസത്തിലും ഇതേ സെയിം തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, നെയ്യും അണ്ടിപ്പരിപ്പും. എന്നിട്ട് അതും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്തോറും ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം, ഒരുപാട് കുറുക്കിയെടുക്കണ്ട, ഈ ഒരു പാകത്തിലെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൈര് ഒഴിക്കാൻ വേണ്ടി വെച്ച കറികളില്ല, അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അവിയലാണ് കേട്ടോ. ഞാനൊന്നും കൂടെ തിളപ്പിച്ചിട്ട് ശേഷം അതിനിപ്പോൾ തീ ഓഫ് ചെയ്തതാണ്. എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പിന്നെയും ടൈം പോക്കണ്ടെന്ന് വെച്ചിട്ടാണ് മാറ്റി തിളപ്പിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. എല്ലാം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തൈര് ഒഴിക്കേണ്ട പണിയുള്ളൂ. തൈര് ഒഴിക്കേണ്ട കറികൾ മാത്രം കേട്ടോ, ബാക്കിയെല്ലാം ഫുൾ പണി നമ്മൾ കഴിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ അത് അവിയലിൽ തൈരും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തൈരിന് പകരം പുളിയും ചേർക്കട്ടോ, പുളിവെള്ളം ഒഴിക്കണമെങ്കിൽ അതും ചേർക്കാം. ഇനിയിപ്പോൾ അത് അടുത്തത് പച്ചടി ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളരിക്ക പച്ചടിയാണിത്. അതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. തൈര് വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 കപ്പോളം തൈര് തന്നെയാണ് ഇതിലും ചേർത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അതൊക്കെ. പുളിയില്ലാത്ത തൈര് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. പുളി കൂടുതലുള്ളത് ഒഴിക്കാൻ പാടില്ല, നേര് പുളിയുള്ളതേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ വെള്ളരിൻ്റെ പച്ചടി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ കിച്ചടിയാണ്, ബീറ്റ്റൂട്ട് കിച്ചടി. അതും ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പോളം തൈര് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡിയായിന്. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലൊക്കെ ഒന്ന് വറവിടലും ബാക്കിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തൈര് ഒഴിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിയലിന് ഇനി വറവിടലില്ല, പക്ഷേ ഇതിന് രണ്ടിനും വറവിടണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് തൈര് ഒഴിക്കേണ്ടത് കുറുക്ക് കാളനാണ്. കാളനും ഇവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ നമ്മളെ തേങ്ങ വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കുറുക്ക് കാളനും ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാത്തിലേക്കും കൂടെ ഒന്ന് വറവിടണം.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറുക്ക് കാളനും നല്ല ടേസ്റ്റാണ്. കാളൻ പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. ഞാനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കാളൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തോണ്ട് ഇതിനെ ആദ്യം നമ്മൾ വെള്ളരിൻ്റെ പച്ചടിയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളരിൻ്റെ ഫുൾ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിയലിൻ്റെ പണിയും ഫുള്ള് കഴിഞ്ഞിട്ട് അത് അവിടെ മാറ്റീന്. ഇനി സെയിം തന്നെ കടുകും കരിവേപ്പിലയും നമ്മൾ കാളനിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറുക്ക് കാളനിൽ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. സെയിം തന്നെ നമുക്ക് കിച്ചടിയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ബീട്രൂട്ടിൻ്റെ കിച്ചടിയാണ്. അപ്പോൾ അത് കിച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വറവിടേണ്ട എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ കറികളും ഇവിടെ റെഡി ആയിന് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ തരങ്ങളൊക്കെ ഒന്ന് നോക്കുക. 27 ഐറ്റമാണ് ഇന്നത്തെ സദ്യൻ്റെ ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും എണ്ണി നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ. ഇനിയിപ്പോൾ ഇതാ മക്കൾ ഇതാ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് അസ്ലങ്കാൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ആളുണ്ട് കേട്ടോ. കുഞ്ഞിയും വിജേഷും അതേപോലെ തന്നെ ശങ്കർബായിയും ഉണ്ട്. അതേപോലെ തന്നെ അസ്ലങ്കാൻ്റെ പങ്ങള മോന് നവാസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നതുകൊണ്ട് ഇതാ ഒന്നിച്ച് ഇവരെ ഇലയൊക്കെ വീശിച്ച് വെക്കണം. ഓല് എത്തുന്നതിന് മുന്നേ നമുക്ക് വിളമ്പി വെക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ മുഴുവനായിട്ടില്ല. അപ്പോഴത്തേക്ക് ഒരു എത്തിപ്പോയിന്. പിന്നെ ആണെങ്കിൽ ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇല ഫുള്ള് മഞ്ഞ കളറിലുള്ള കിട്ടിയതെല്ലാം വാടിയത്. പിന്നെ ഇവിടെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇതാ നല്ല കിട്ടിയിട്ടില്ല. ഈ ഒരു ഇലയാണ് കിട്ടിയത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാം വിളമ്പിയിട്ടുണ്ട്. മക്കൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പുകയാണ് കേട്ടോ. ആദ്യം ആച്ചി പിന്നെ ഉപ്പാണ് ഇട്ടത്. ബാസിപ്പെടുന്നത് ഇഞ്ചിപ്പുളിയാണ്. പിന്നെ മുഴുവനായിട്ട് ഇടുന്നതൊന്നും എടുത്തിട്ടില്ല, കുറഞ്ഞതേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ശർക്കരപ്പേരിയും അതേപോലെ തന്നെ കുറച്ച് ചിപ്സും വറുത്തായക്ക കേട്ടോ. ശർക്കരപ്പേരിയും വറുത്തായക്കെ അത് രണ്ടുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ മുളക് കൊണ്ടാട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം അധികം ആരും കഴിക്കൂല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങിന്. ഇപ്പോൾ ഇതാ വലിപ്പോൾ അവിയലായി. അതുപോലെ തന്നെ ബാസിയും അടുത്ത വിളമ്പുന്നുണ്ട്. അവിയലും എല്ലാത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 7 ആളാണ് ഇവിടെ ഉള്ളത്. 7 ഇലയാണ് ഇപ്പോൾ ഞാനിവിടെ പിരിച്ചത്. ഞാൻ ഇരിക്കുന്നില്ല, അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പച്ചടിയും വിളമ്പി കൊടുക്കുന്നുണ്ട്. അടുത്തത് അവന് കാളം വിളമ്പാൻ തുടങ്ങി. ഇപ്പോൾ അത് അവരൊക്കെ എത്തിയിട്ടോ. ഓലൊക്കെ എത്തിയതിന് ശേഷം വിജേഷ് ഇപ്പം ചോറ് വിളമ്പാൻ നിൽക്കുന്നുണ്ട്. ശങ്കർബായി ആണ് നിൽക്കുന്നത് കേട്ടോ. ശങ്കർബായി പപ്പടം പിടിച്ച് നിൽക്കുന്നുണ്ട്. പപ്പടമാണ് മൂപ്പര് വിളമ്പണത്. Thank you.